Dear students, in the last class we learned about molecules of high symmetry. In this class, let us learn about molecules of special symmetry or MSS. The MSS class includes mainly two categories of molecules. One is linear molecules and the other is molecules containing multiple high order axes. Let's learn about linear molecules first. Linear molecules include the group D infinity H. Consider a linear molecule like hydrogen, nitrogen, carbon dioxide, etc., which consists of two equivalent halves. It will have a C infinity axis, an infinite number of sigma V's, a sigma H axis perpendicular to the molecular axis or the C infinity axis, an infinite number of C2 axes which are perpendicular bisectors of the C infinity axis, and an I. The set of symmetry operations constitutes a point group of order infinity and is named D infinity H. Molecules of special symmetry MSSൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ഡി ഇൻഫിനിറ്റി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡി ഇൻഫിനിറ്റി എച്ചില് ലീനിയർ മോളിക്യൂൾസ് മാത്രമാണ് വരുള്ളൂ. ലീനിയർ മോളിക്യൂൾസ് തന്നെ നല്ല സിമെട്രിക്കൽ ആയിട്ടുള്ള ലീനിയർ മോളിക്യൂൾസ് ആണ് ഇതിൽ വരിക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അസിറ്റലീൻ അങ്ങനത്തെ മോളിക്യൂൾസ് ആണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഈ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൃത്യം പകുതി അതിനുണ്ടാവും. നമുക്ക് രണ്ട് കൃത്യം പകുതിയായിട്ട് ഇതിനെ മുറിക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല ലീനിയർ ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് സി ഇൻഫിനിറ്റി ആക്സിസ് ഉണ്ടാവും. സി ഇൻഫിനിറ്റി ആക്സിസ് ഉണ്ടെങ്കിൽ അതിന് അതേപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വീസും ഉണ്ടാവും. സിഗ്മ വീസ് ഇൻഫിനിറ്റ് ആയിരിക്കും, ഒത്തിരി എണ്ണം ഉണ്ടാവും. പിന്നെ ഒരു സിഗ്മ എച്ച് ഉണ്ടാവും. സിഗ്മ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മിറർ പ്ലെയിൻ ആണ്. അപ്പൊ സിഗ്മ എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി സി ഇൻഫിനിറ്റി ആക്സിസ് ആയിരിക്കും. സിഗ്മ എച്ച് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും സി ഇൻഫിനിറ്റി ആക്സിസിന്. പിന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് C2 ആക്സിസ് ഉണ്ടാവും. C2 ആക്സിസ് ഒത്തിരി ഉണ്ടാവും, ഇൻഫിനിറ്റ് ആയിരിക്കും. എവിടെ വെച്ചുണ്ടെങ്കിലും നമുക്ക് അതിനെ മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ആ C2 ആക്സിസും സി ഇൻഫിനിറ്റി ആക്സിസും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീൻസ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പിന്നെ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന സിമെട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐയും കൂടെ ഉണ്ടാവും. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് ഇൻവേർഷൻ. അപ്പൊ ഇത്രയും സിമെട്രി എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡി ഇൻഫിനിറ്റി എച്ച്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ഡീൽ ചെയ്ത് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. Example is D infinity H's. I told acetylene is an example, carbon dioxide is an example, nitrogen is an example, hydrogen is an example. ഇനി ഇതിൽ ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സി ഇൻഫിനിറ്റി ആക്സിസ് എന്ന് പറയുന്നത് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസിനെയാണ് സി ഇൻഫിനിറ്റി ആക്സിസ് എന്ന് വിളിക്കുന്നത്. അതായിരിക്കും പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഒറിസോണ്ടൽ പ്ലെയിൻ, മിറർ പ്ലെയിൻ ഉണ്ട്. അതിങ്ങനെയായിരിക്കും. ഇങ്ങനെ നമ്മൾ ഒരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഒരേപോലെ ഇരിക്കും. അപ്പം മിറർ പ്ലെയിൻ ഉണ്ട്, അതുണ്ട്. ഇനി സി ഇൻഫിനിറ്റി ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ട്, അത് ഉണ്ട്. ഇനി വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C2 ആക്സിസ് ഉണ്ട്. C2 ആക്സിസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഏകദേശം സിഗ്മ എച്ചിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കൃത്യം നടുവിലൂടെ ഇതിലൂടെ ഒരു ആക്സിസ് സങ്കല്പിക്കുക, എന്നിട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അതായത് സി ഇൻഫിനിറ്റി ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ C2 ആക്സിസ്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, അത് ഐ എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇങ്ങോട്ടേക്ക് എത്തിച്ചാലും ഇങ്ങോട്ടേക്ക് വര വരച്ചാലും ഒരേ ആറ്റം, ഇങ്ങോട്ടേക്ക് വര വരച്ചാലും ഒരേ ആറ്റം. അപ്പൊ ഇത്രയും സിമെട്രി എലമെന്റ്സ് ഉള്ളവരെയാണ് നമ്മൾ വിളിക്കുന്നത് ഡി ഇൻഫിനിറ്റി എച്ച്. ഓക്കെ, അത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോളുക. ഇത്രയും പറഞ്ഞ സിമെട്രി എലമെന്റ്സ് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ യു ടു ഡു.
Okay, so let us now pass to the second point group for linear molecules, which is the group C infinity V. നേരത്തെ ഡി ഇൻഫിനിറ്റി എച്ച് എന്നാണ് പറഞ്ഞത്. ഡി ഇൻഫിനിറ്റി എച്ച് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡി ഇൻഫിനിറ്റി എച്ച് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സി ഇൻഫിനിറ്റി ആക്സിസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ നൊട്ടേഷൻ ഇങ്ങനെ വന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ആണ്, സി ഇൻഫിനിറ്റി വി ആണ്. എച്ചിന് പകരം എന്താ? വി ആണ്. അപ്പൊ നമുക്ക് ഓർക്കാം വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് എന്താന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. Consider a molecule like HCl or HCN. Such a molecule has a C infinity axis and an infinite number of sigma v's, but neither a C2 axis or I. The associated symmetry operations constitute a point group called C infinity V. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്രയ്ക്ക് സിമെട്രി ഉള്ള ലീനിയർ മോളിക്യൂൾസിനല്ല വരുന്നത്, അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ലീനിയർ മോളിക്യൂൾസിനാണ് വരിക. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ലീനിയർ മോളിക്യൂൾസിനാണ് വരിക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ലീനിയർ മോളിക്യൂളിന് ഒരു എക്സാമ്പിൾ ആണ് HCl അല്ലെങ്കിൽ HCN. അതൊക്കെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ലീനിയർ മോളിക്യൂൾസ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ കൃത്യം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇതിനെയാണെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന് സിഗ്മ എച്ച് ഇല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം. സിഗ്മ എച്ച് ഉണ്ടാവില്ല, പക്ഷെ ഇഷ്ടം പോലെ സിഗ്മ വീസ് ഉണ്ടാവും. ഇനി ഇതിന്റെ സി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആക്സസ് ഇതിലൂടെ പാസ് ചെയ്യണതായിരിക്കും. ഇതിലൂടെ പാസ് ചെയ്യണത് തന്നെയാണ് നമ്മൾ സി ഇൻഫിനിറ്റി ആക്സസ് എന്ന് പറയുന്നത്. അതിലൂടെ തന്നെയായിരിക്കും സിഗ്മ വിയും പാസ് ചെയ്യുക. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ട്, പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു മിറർ പ്ലെയിൻ ഇതിനില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ക്ലോറിനും ഇപ്പുറത്ത് ഹൈഡ്രജനുമാണ്. അപ്പൊ ശരിയാവില്ല, ഇൻഡിസ്റ്റിങ്വിഷൽ അപ്പിയറൻസ് കിട്ടാത്തതാണ്. ഇങ്ങനെയുള്ള ഒരു സിഗ്മ എച്ച് അതിനില്ല. അത് മാത്രമല്ല C2 ആക്സിസും ഇല്ല. ഇതിലൂടെ പാസ് ചെയ്യുന്ന C2 ആക്സിസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷൽ അപ്പിയറൻസ് കിട്ടാത്തത് കൊണ്ട് അതുമില്ല. പിന്നെ എന്തുമില്ല? ഐയുമില്ല. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത് നീട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ സെയിം ആറ്റം വരുന്നില്ല, അതുകൊണ്ട് ഐയുമില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സി ഇൻഫിനിറ്റി വി എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇത് തന്നെയാണ് HCl എന്ന് പറഞ്ഞ മോളിക്യൂളിനും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ഫോർ യു ടു ഡു ആൻഡ് വെരിഫൈ. ഓക്കെ, now let us go to the second category, which is the molecules containing multiple higher order axes. There are several molecules which contain more than one higher order CN axis. These have geometries which are regular polyhedra having faces perpendicular to the higher order axis. A total of 7 point groups are possible on the basis of these regular geometries. They are the 3 tetrahedral point groups, the T, TDH and TH, the 2 octahedral point groups, the O, OH, and the 2 icosahedral point groups, I and IH. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മോളിക്യൂൾസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ഹയർ ഓർഡർ ആക്സസ് ആണ്. അതായത് ഒത്തിരി ആക്സസ് ഉണ്ടാവും, ഹയർ ഓർഡർ ആയിട്ടുള്ള ആക്സസ് ഒത്തിരി ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇവർക്ക് സിമെട്രി ഭയങ്കര കൂടുതലായിരിക്കും. അതിന്റെ സിമെട്രി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിമെട്രി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇനി അവർ ഏതെങ്കിലും ഒരു പോളിഹെഡ്രയുടെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഇതിൽ വരുന്ന എല്ലാ മോളിക്യൂൾസും ഏതെങ്കിലും ഒരു പോളിഹെഡ്രയിൽ പെടുന്നതാണ്. പോളിഹെഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ടെട്രാഹൈഡ്രൻ ഉണ്ട്, ഒക്ടാഹൈഡ്രൻ ഉണ്ട്, ഐക്കോസാഹൈഡ്രൻ ഉണ്ട്. ഐക്കോസാഹൈഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഫേസസ് ഉള്ള ഒരു പോളിഹെഡ്രനെയാണ് നമ്മൾ ഐക്കോസാഹൈഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തേക്ക് ഫേസസ് ഉള്ള പോളിഹെഡ്രയിലെ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് ഉള്ളവരായിരിക്കും ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിലൊരു 7 പോയിന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ 3 ടെട്രാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പ്സ് ആണ്, TDH, TD, TH. 2 ഒക്ടാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പ്സ് ആണ്, ഓയും OH. 2 പിന്നെയും ഐക്കോസാഹൈഡ്രൽ. ഒക്ടാഹൈഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ടെട്രാഹൈഡ്രലും ഷേപ്പും എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഐക്കോസാഹൈഡ്രൽ എന്ന് പറഞ്ഞാൽ 20 ഫേസസ് വരുന്ന ഒരു
ഹൈലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പോളിഹെഡ്രനാണ് ഈ ഐക്കോസഹെഡ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ രണ്ടെണ്ണം ടെട്രാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്നത് ഒക്ടാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്ന OH, ഇവിടത്തെ ആണെങ്കിൽ TD. മോളിക്യൂൾസ് സ്പെഷ്യൽ സിമെട്രിക് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഗ്രൂപ്പ് TD. The molecules belonging to this class contain 4 C3 axis, 3 S4 axis which are also C2 axis and 6 sigma D. Example is carbon tetrachloride and methane. Carbon tetrachloride is strontia and methane is strontia. ഈ TD എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പ് ടെട്രാഹെഡ്രലിന്റെ സിമെട്രി ആണ് വരുന്നത് അതിന്. അപ്പൊ അതില് ടെട്രാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് 4 C3 ആക്സിസ് ഉണ്ടാവും, പിന്നെ 3 S4 ആക്സിസ് ഉണ്ടാവും. പിന്നെ S4 ആക്സിസ് തന്നെ നമുക്ക് C2 ആക്സിസ് തന്നെയായിട്ട് പറയാവുന്നതാണ്. പിന്നെ 6 സിഗ്മ ഡീസ് ഡൈഹെഡ്രൽ പ്ലെയിൻസ് ഓഫ് സിമെട്രിയും ഉണ്ടാവും. ഇത്രയും ഉള്ളവരെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന് നല്ല എക്സാമ്പിൾ നല്ല ടെട്രാഹെഡ്രൽ മോളിക്യൂൾസ് ആണ്. കാർബൺ ടെട്രാക്ലോറൈഡും വരും, മീത്തേനും വരും. അപ്പൊ ഒരു ടെട്രാഹെഡ്രൻ എങ്ങനെ ഇരിക്കണേന്ന് നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞ ഷേപ്പ്. മീതെയിൻ ടെട്രാഹെഡ്രൽ ആണ്, ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നതാണ്. ഇതാണ് മീതെയിൻ എന്ന് പറയുന്നത്. ഇതൊരു ക്യൂബില് ഉള്ളിൽ പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ക്യൂബിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിലൊക്കെ ആറ്റംസ് ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉള്ളപ്പോ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഇതിന്റെ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സസ് ആണ് ഇതിന്റെ C2 ആക്സസ്. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സസ് ആണ് C2 ആക്സസ്. C3 ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഓപ്പോസിറ്റ് കോർണേഴ്സിലൂടെ പാസ് ചെയ്യുന്നതാണ്. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സസ് സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാവുന്നതാണ്, 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അല്ലെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സസ് സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് വരും. അങ്ങനെ എത്ര C3 ആക്സസ് ഉണ്ടാവും? 4 ഉണ്ടാവും. കാരണം 4 ആറ്റംസ് ഉണ്ട്. 4 ക്ലോറിനിലൂടെയും കാർബണിലൂടെ കടക്കുന്ന ആക്സിസ് നമുക്ക് എന്താണ് C3 ആക്സിസ് ആയിട്ട് പറയാവുന്നതാണ്. അതായത് ഇതിലൂടെ ഒരെണ്ണം, പിന്നെ ഇതിലൂടെ ഒരെണ്ണം, ഇതിലൂടെ ഒരെണ്ണം, പിന്നെ ഇതിലൂടെ ഒരെണ്ണം, അങ്ങനെ 4 C4 ആക്സിസ് നമുക്ക് പറയാവുന്നതാണ്. സോറി C4 ആക്സിസ് അല്ല, C3 ആക്സിസ്. 4 C3 ആക്സിസ്, പിന്നെ 3 S4 ആക്സിസ് ഉണ്ട്. S4 ആക്സിസ് തന്നെയാണ് C2 ആക്സിസ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതാണ് C2 ആക്സിസ്. നാല് C3 ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് C2 ആക്സിസ് ആണ്. ഇങ്ങനെ പോകുന്ന ആക്സിസ് ആണ് C2 ആക്സിസ്. അപ്പൊ ഇതിലൂടെ ഒരു C2 ആക്സിസ് വരും, അത് S4 ആക്സിസും കൂടിയാണ്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു C2 ആക്സിസ് വരുന്ന, അപ്പൊ നമുക്ക് ഏകദേശം 3 C2 ആക്സിസ് കരുതാവുന്നതാണ്. അതുപോലെ തന്നെ 3 S4 ആക്സിസും ഉണ്ട്, പിന്നെ 6 സിഗ്മ ഡീസും ഉണ്ട്. ഇത്രയും പോയിന്റ് ഗ്രൂപ്പ് ഉള്ള ഒരു മോളിക്യൂൾസ് ആണ് ഈ ടെട്രാഹെഡ്രൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതാണ് ഇതില് ഈ TD എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, മോഡൽസ് നമ്മുടെ വെച്ച് നമുക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മോഡൽസ് ആയിട്ട് എന്താ പറയാ, ബോൾ ആൻഡ് സ്റ്റിക്ക് അറേഞ്ച്മെന്റ് മോഡൽസ് ഇതുപോലെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അതിന്റെ എന്താ പറയാ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ സിമെട്രി എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അടുത്ത ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത്, ഒക്ടാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഗ്രൂപ്പ് OH. Group OH, they contain the following symmetry elements: 3 C4 axes, each passing through opposite apexes. Apexes means
the end points the അറ്റത്തിനെയാണ് apex എന്ന് വിളിക്കുന്നത്, which are also S4 axis, 4 C3 axis, each passing through the centers of a pair of opposite triangular faces, which are also S6 axis, 6 C2 axis which bisect opposite edges, 3 sigma x which pass through 4 of the 6 apexes, 6 sigma d's which pass through 2 apexes and bisect opposite edges, and an I. ഇപ്പോൾ OH എന്ന് പറഞ്ഞ സിമെട്രി ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് 6 സിമെട്രി ഓപ്പറേഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 6 സിമെട്രി ഓപ്പറേഷൻസും ഉള്ളവരെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രിയിൽ പെട്ടിരിക്കുന്നത്. അപ്പൊ ഭയങ്കര സിമെട്രിയാണ് ഇവർക്ക്, ഭയങ്കര സിമെട്രി ഉള്ള മോളിക്യൂൾസ് ആണ് ഈ ഒക്ടാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൾഫർ എക്സാഫ്ലൂറൈഡ് ആണ്. മുമ്പേ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻവേർഷൻ പഠിക്കുന്ന സമയത്ത്. നമുക്ക് ആ മോളിക്യൂൾ ഒന്ന് ജസ്റ്റ് കാണാമോ. ഇതാണ് സൾഫർ എക്സാഫ്ലൂറൈഡ്. സൾഫർ എക്സാഫ്ലൂറൈഡ് ഒക്ടാഹെഡ്രൻ ആണ്. ഷേപ്പ് ഇറ്റ് ഹാസ് എ ഷേപ്പ് ഓഫ് എ ഒക്ടാഹെഡ്രൻ. ഇതാണ് ഒരു ഒക്ടാഹെഡ്രൻ. ഒക്ടാഹെഡ്രന്റെ ഉള്ളില് ട്രയാങ്കുലർ ഫേസസ് ഉണ്ട്. ഇതാണ് ട്രയാങ്കുലർ ഫേസസ്. ഈ ട്രയാങ്കുലർ ഫേസസിന്റെ കോർണേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ടാവും, ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ടാവും, ഇവിടെയും ഒരു ഫ്ലൂറിൻ ഉണ്ടാവും. ഒത്ത നടുവിലായിരിക്കും സൾഫർ ഉള്ളത്. കണ്ട സൾഫർ. ഇതും 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 കൂടെ കൂടുന്നത് എന്താണ്? ഒരു ഫേസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലത്തെ പാർട്ടില് 4 ഫേസ് ഉണ്ട്, താഴത്തെ പാർട്ടിലും 4 ഫേസ് ഉണ്ട്. അതുകൊണ്ടാണ് പേര് ഒക്ടാഹെഡ്രൻ എന്ന് പറയുന്നത്. മൊത്തം 8 ഫേസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒക്ടാഹെഡ്രൻ എന്ന് വിളിക്കുന്നത്. ഈ ഒക്ടാഹെഡ്രൻ എന്ന് പറഞ്ഞ ഈ മോളിക്യൂള് ഒരു എന്താ പറയുക, ഒരു ക്യൂബിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ക്യൂബ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സിമെട്രി ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സിമെട്രി ഓപ്പറേഷൻസ് ഇപ്പൊ പറഞ്ഞതൊക്കെ. C4 ആക്സിസ്, ആദ്യത്തെ സിമെട്രി ഓപ്പറേഷൻ പറഞ്ഞത് ഏതാണ്? C4 ആക്സിസ്. ഈച്ച് പാസിംഗ് ത്രൂ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് അപ്പെക്സസ്. ഓപ്പോസിറ്റ് അപ്പെക്സ് ആണ്. ഓപ്പോസിറ്റ് അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അപ്പെക്സ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് അപ്പെക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെ പാസ് ചെയ്യുന്ന അതായത് ഈ അപ്പെക്സിലൂടെയും ഈ അപ്പെക്സിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈനിനെ നമുക്ക് C4 ആക്സിസ് എന്ന് വിളിക്കാവുന്നതാണ്. അത് തന്നെയാണ് S4 ആക്സിസ്. പിന്നെ പറയുന്നത് C3 ആക്സിസ് ഉണ്ട്. C3 ആക്സിസ് ഉണ്ട്. ഈച്ച് പാസിംഗ് ത്രൂ ദി സെന്റേഴ്സ് ഓഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ട്രയാങ്കുലർ ഫേസസ്. അതായത് ഇതാണ് ട്രയാങ്കുലർ ഫേസ്. ആ ട്രയാങ്കുലർ ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ ഇവിടെ കാണുന്ന വേറൊരു ഫേസ്. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന, ഇങ്ങനെ ഇതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് എന്തായിട്ട് വരിക? C3 ആക്സിസ് വരിക. അങ്ങനെ 4 C3 ആക്സിസ് ഉണ്ട്. ഈച്ച് പാസിംഗ് ത്രൂ ദ സെന്റേഴ്സ് ഓഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ട്രയാങ്കുലർ ഫേസ്. ദേ ആർ ഓൾസോ S6 ആക്സിസ്. S6 ആക്സിസ് ആണ്. അപ്പൊ ഇത്രയും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ബാക്കി ഏതാണ്? അപ്പൊ ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എന്താ ഉള്ളത്? 6 C2 ആക്സിസ് വിച്ച് ബൈസെക്ട്സ് ഓപ്പോസിറ്റ് എഡ്ജസ്. 6 C2 ആക്സിസ് ഉണ്ട്, അത് ബൈസെക്ട് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് എഡ്ജസിന്. അപ്പൊ ഓപ്പോസിറ്റ് എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നമുക്ക് എഡ്ജ് ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇതിൽ എഡ്ജ് കാണാവുന്നതാണ്. ഇതാണ് ഒരു എഡ്ജ്, ഇത് ഒരു എഡ്ജ്. അപ്പൊ ഈ ഓപ്പോസിറ്റ് എഡ്ജസിലൂടെ, ഈ എഡ്ജിലൂടെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോയി ഇവിടത്തെ ഈ എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. അങ്ങനത്തെ C2 ആക്സിസ് 6 എണ്ണം ഉണ്ട് ഈ ഒക്ടാഹെഡ്രൽ മോളിക്യൂളിന്. പിന്നെ ഉള്ളത് 3 സിഗ്മ എക്സ് ആണ്. 3 സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ പ്ലെയിൻസ് വരുമ്പോ ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻസ് ആണ്. ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻസ് എന്ന് പറയുമ്പോ എന്താ പറയാ, 3 എണ്ണമാണ് വരിക. ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ഒരെണ്ണം വരും.
3 horizontal planes of symmetry വരും. പിന്നെ 6 sigma Ds which pass through 2 apexes and bisect the opposite edges. സിഗ്മ ഡീസ് ആണ് പിന്നെ ഉള്ളത് 6 ഉണ്ട്. അതായത് അപ്പെക്സിലൂടെ പാസ് ചെയ്യേണ്ട അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം എന്ന് പറഞ്ഞാൽ ഈ അപ്പെക്സിലൂടെയും പാസ് ചെയ്യുമ്പോ അത് മാത്രമല്ല ഓപ്പോസിറ്റ് എഡ്ജസിനെ ബൈസെക്ട് ചെയ്യും. ഇതാണ് ഓപ്പോസിറ്റ് എഡ്ജസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് എഡ്ജസ് ദീസ് കൺസിസ്റ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് എഡ്ജസ്. ഓക്കെ, ഈ ഓപ്പോസിറ്റ് എഡ്ജസിനെ ബൈസെക്ട് ചെയ്യുന്ന അതിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ സിഗ്മ ഡീസ് അല്ലെങ്കിൽ ഡയഹെഡ്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു ഐയും കൂടി ഉണ്ട്. ഐ ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സുകളിലെ കാണിച്ചിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു പോയിന്റ് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലൈനുകൾ വരയ്ക്കുമ്പോൾ ഒരേ ആറ്റത്തില് കൂട്ടിമുട്ടും. അങ്ങനെ ഏത് ഡയറക്ഷനിൽ വരച്ചാലും 3 ഡയറക്ഷനിൽ വരച്ചാലും നമുക്ക് ഇതുപോലെ തന്നെ സെയിം ആറ്റത്തിൽ ചെന്ന് കൂട്ടിമുട്ടുന്നത് കൊണ്ട് ഇതിന് പോയിന്റ് ഓഫ് ഇൻവേർഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും സിമെട്രി ഓപ്പറേഷൻസ് ഉള്ളവരെയാണ് OH എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ടെട്രാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പും ഒക്ടാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പും ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താ പറയാ മോഡൽസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നേനെ. ഇത് ഡയഗ്രാം വഴി കാണിക്കാനേ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണുമ്പോൾ ഇതിന്റെ മോഡൽസ് കാണിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ക്ലാരിഫിക്കേഷൻ വരുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.